ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ടൊരു ഉപ്പേരിയാണ്. ഉപ്പേരി എന്നും പറയാം, കൂട്ടാൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തുതന്നെ ആയാലും ഒരു 5 മിനിറ്റ് കൊണ്ട് ചക്ക കൊണ്ടൊരു ഐറ്റം പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്. കഞ്ഞിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്, ചോറിൻ്റെ കൂടെ ആയാലും നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, തേങ്ങ അരക്കൊന്നും വേണ്ട. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചക്ക അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കറിക്കൊക്കെ ചക്ക അരിയണ പോലെ അരിയുക. ചക്കയുടെ കുരുവും കൂടി ഉണ്ട് കേട്ടോ. കുരു തൊലി കളഞ്ഞിട്ട് പിന്നെ പുറമേയുള്ള തൊലി മാത്രം കളഞ്ഞിട്ട് ഇങ്ങനെ നടുകെ കീറിയിട്ട് നടുകെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ ആയാലും കുഴപ്പമില്ല, എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. ഏകദേശം ഒരേ വേവാവുന്ന രീതിയിൽ അങ്ങ് അരിഞ്ഞു വെച്ചാൽ മതി. നല്ല മൂത്ത ചക്ക ആയാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മൂക്കണം. പഴുക്കാൻ ഏകദേശം ആയി തുടങ്ങിയ ആ പരുവത്തിലുള്ള ചക്കയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ചക്ക കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഏത് ചക്കയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല മൂത്ത ചക്ക ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. അത് നമ്മൾ കുക്കറിലാണ് ആദ്യം വേവിച്ചെടുക്കുന്നത്. നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒറ്റ വിസിലിന് തന്നെ വേവും. എങ്കിലും കുക്കറിൽ വേവിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പ് തന്നെ വേണ്ട. ചില ചക്കയൊക്കെ ഒട്ടും വെള്ളം വേണ്ടാത്ത ചക്ക വരെ ഉണ്ടാവും. ഇപ്പം മഴക്കാലമാണ്, അല്ലെങ്കിലും വളരെ കുറഞ്ഞ വെള്ളത്തിൽ വേവുന്ന ചക്കയുണ്ടാവും. ഈ ചക്കയ്ക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണം. അതുകൊണ്ട് ഞാൻ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അടച്ചു വെച്ചു. ഒറ്റ വിസിൽ മതി. ചക്കയും ചക്കക്കുരും വേവാൻ ഒരൊറ്റ വിസിൽ തന്നെ മതി. ചക്കക്കുരുവൊക്കെ പെട്ടെന്ന് തന്നെ വേവും. അത് കുക്കറിൽ വെച്ചു. ഇനി നമ്മൾ അതിലേക്ക് ഇത് വറവിട്ടെടുക്കുക എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഇരുന്നോട്ടെ. വെളിച്ചെണ്ണ തന്നെ വേണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചുവന്നുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ചുവന്നുള്ളി ഒരു 3-4 എണ്ണം വേണം. അരിയുന്നേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചതയ്ക്കുമ്പോഴാണ്. വെറുതെ നമ്മൾ ഇടിക്കണ ഇതൊക്കെ ഉണ്ടാവില്ലേ, ഇഞ്ചിയൊക്കെ ചതക്കണ, അതിലിട്ടിട്ടൊന്ന് ചതയ്ക്കുക. അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് വലുതാണ്, അതൊരു 4 അല്ലി എടുത്തു. വെളുത്തുള്ളി ഒരു 3 അല്ലി എടുത്തു. അത് എല്ലാം കൂടി നമ്മൾ ആ കടുക് പൊട്ടിച്ച് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ചുവന്നുള്ളി ഇങ്ങനെ ചതച്ചിടുന്നത് മാത്രമാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നേരെ മറിച്ച് നമ്മൾ അരിഞ്ഞിടുകയാണെങ്കിൽ ഇത്രയും ടേസ്റ്റ് വരില്ല. വെളുത്തുള്ളി നിർബന്ധമൊന്നുമില്ല, എങ്കിലും അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരണം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഈ എണ്ണയിലേക്കാണ് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുന്നത്. മുളകിൻ്റെ പൊടിയല്ല, ഇടിച്ച മുളകാണ്. നമ്മൾ സാധാ വറ്റൽമുളക്, ഇടിച്ച മുളകൊന്നിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ വറ്റൽമുളക് ഇപ്പോൾ ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചക്ക വേവിച്ച് വെച്ചത് അതിലേക്ക് ഇടുക, ഇളക്കുക. ചക്ക അതിലേക്ക് ഇടുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇടിച്ച മുളകൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലൊരു കളറും, മാത്രമല്ല മുളക് പൊടി ഇടുന്നേക്കാൾ എന്തുകൊണ്ടും ടേസ്റ്റാണ് നമ്മൾ ഇടിച്ച മുളക് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആ ഉള്ളീൻ്റെ ടേസ്റ്റൊക്കെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ ചെയ്യാൻ. നല്ല ടേസ്റ്റിയാണ്. മാത്രമല്ല നമ്മൾ തേങ്ങ അരയ്ക്കുക അങ്ങനത്തെ പണികളൊന്നും ഇല്ലാത്തത് കാരണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് ആ എണ്ണയിലൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പം ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. നല്ല മൂത്ത ചക്ക ആവണം എന്നുള്ള ഒരു നിർബന്ധമാണത്. നന്നായിട്ട് മൂത്ത ചക്കയാണെങ്കിൽ മാത്രമേ ഈ കൂട്ടാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കഞ്ഞീൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ചോറിനായാലും കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.